ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നിർത്തിയത് പ്ലസ് മൈനസ് തിയറം എന്നൊരു തിയറായിരുന്നു. നമ്മളതൊന്ന് വീണ്ടും ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായി കുറച്ച് തിയറംസ് കാണാണ്. ആ തിയറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു: ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ് വി ഇഫ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. എസ് ഒരു ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണ്. ആൻഡ് സ്മോൾ വി ഈസ് എ വെക്ടർ ഇൻ വി ദാറ്റ് ഈസ് ഔട്ട്സൈഡ് സ്പാൻ എസ്. അപ്പോൾ എസ് എന്നൊരു സെറ്റ് നമുക്കുണ്ട്, അത് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്. എസിൻ്റെ സ്പാൻ നമ്മളെടുത്തു, വിച്ച് ഇസ് എ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എസ്. അതിന് പുറത്തുള്ള ഒരു വെക്ടറാണ് വി, വിച്ച് മീൻസ് വി ഇസ് എ നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ് എന്ന് പറയാം. ദെൻ ദ സെറ്റ് എസ് യൂണിയൻ വി, എസിൻ്റെ കൂടെ നമ്മൾ ഈ വി എന്ന ഈ പർട്ടിക്കുലർ വെക്ടറോട് ചേർത്ത് വെച്ച് കിട്ടുന്ന സെറ്റ് ദാറ്റ് റിസൾട്ട്സ് ബൈ ഇൻസേർട്ടിങ് വി ഇൻ ടു എസ് ഈസ് സ്റ്റിൽ ലീനിയർ ഇൻഡിപെൻഡൻറ്റ്. കാരണം ആ സെറ്റ് എസിൻ്റെ ലീനിയർ കോമ്പിനേഷനകത്തൊന്നും പെടുന്നില്ല, അതുകൊണ്ട് ആ എലമെൻറ്റ് എസിൻ്റെ ലീനിയർ കോമ്പിനേഷനൊന്നും പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എസിൻ്റെ കൂടെ ആ സെറ്റ് ആ എലമെൻറ്റ് വി കൂടി ചേർത്ത് വെച്ച് നമുക്ക് കിട്ടുന്നതും ഒരു ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് നമ്മൾ കണ്ടത്. ആ തിയറത്തിൻ്റെ ബി പാർട്ട് ഇങ്ങനെയായിരുന്നു: ഇഫ് സ്മോൾ വി ഈസ് എ വെക്ടർ ഇൻ എസ് ദറ്റ് ഈസ് എക്സ്പ്രസിബിൾ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ വെക്ടേഴ്സ് ഇൻ എസ്. ഇനി അടുത്ത കേസിൽ പറയുമ്പോൾ വി എന്ന വെക്ടർ എസിൻ്റെ എലമെൻറ്റ്സുകളുടെ ലീനിയർ കോമ്പിനേഷനായി എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു വെക്ടറാണ്. ആൻഡ് ഇഫ് എസ് മൈനസ് സെറ്റ് വി ഡിനോട്ട്സ് എ സെറ്റ് ഒബ്റ്റൈൻഡ് ബൈ റിമൂവിങ് സ്മോൾ വി ഫ്രം എസ് ദെൻ എസ് ആൻഡ് എസ് മൈനസ് സെറ്റ് വി സ്പാൻ ദ സെയിം സ്പേസ്. അപ്പോൾ എസ് സ്പാൻ ചെയ്യുന്നതും എസിനകത്ത് നിന്ന് വി എന്ന വെക്ടർ, ആ വി എന്ന വെക്ടർ ചൂസ് ചെയ്ത് എങ്ങനെയാണ്? വി എസിലെ എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു വെക്ടർ റിമൂവ് ചെയ്താൽ കിട്ടുന്ന സെറ്റ് രണ്ടിൻ്റെയും സ്പാൻ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് സ്പാൻ ചെയ്യുന്ന സ്പേസ് സെയിം ആയിരിക്കും. അപ്പോൾ സ്പാൻ എസ് ഈക്വൽ ടു സ്പാൻ എസ് മൈനസ് സെറ്റ് വി വേർ വി ഈസ് എ വെക്ടർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ് എസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ വെക്ടേഴ്സ് ഇൻ എസ് എന്നാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്ലസ് മൈനസ് തിയറം. ആ തിയറത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ചെയ്യാവുന്ന കുറച്ച് തിയറംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ മൂവ് ടു എ തിയറം. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ലെറ്റ് വി ബി ആൻ എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. അപ്പോൾ വിയുടെ ഡയമെൻഷൻ എൻ ആണ്, വിച്ച് മീൻസ് വിയുടെ ബേസിസിൽ എൻ എലമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ലെറ്റ് എസ് ബി എ സെറ്റ് ഇൻ വി വിത്ത് എക്സാക്ട്ലി എൻ വെക്ടേഴ്സ്. അപ്പോൾ എസ് എന്നുള്ളത് വിയുടെ ഒരു സബ്സെറ്റാണ്, എസിനകത്ത് എൻ വെക്ടേഴ്സ് ഉണ്ട്. ദെൻ എസ് ഇസ് എ ബേസിസ് ഫോർ വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എസ് സ്പാൻസ് വി ഓർ എസ് ഈസ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ എസ് എന്നുള്ള ഈ സെറ്റ് അതിനകത്ത് എൻ എലമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഈ എസ് വിയുടെ ഒരു ബേസിസ് ആവണമെങ്കിൽ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം എൻ വെക്ടർ എലമെൻറ്റ്സ് ആണുള്ളത്. രണ്ട് കണ്ടീഷൻ പറയുന്നത്: ഒന്നുകിൽ എസ് സ്പാൻസ് വി, അല്ലെങ്കിൽ എസ് ഈസ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ്. ഇതിൽ ഏതൊരെണ്ണം ഉണ്ടായാലും മതി എസ് ബേസിസ് ആണെന്ന് പറയണേ. എസ് ബേസിസ് ആണെങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും ട്രിവിയലാണ്, അപ്പോൾ നമുക്ക് ആ പാർട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കോൺവേഴ്സ് പാർട്ട് മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഇഫ് എസ് ഇസ് എ ബേസിസ് ഓഫ് വി, ബേസിസിൻ്റെ ഡെഫിനേഷൻ തന്നെ പറയുന്നത് എന്താ? എസ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആവണം, വി എ സ്പാൻ ചെയ്യണം. ഈ രണ്ട് കണ്ടീഷനാണ്. അപ്പോൾ എസ് ബേസിസ് ആണെങ്കിൽ ഇത് രണ്ടും ഓക്കെയാണ്, നമുക്കത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. തിരിച്ചാണ് നോക്കേണ്ടത്. അതായത് എസ് സ്പാൻസ് വി മാത്രമാണെങ്കിൽ എസ് ബേസിസ് ആണ്, ഓർ എസ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും എസ് ബേസിസ് ആണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ബേസിസ് എന്ന് പറയുമ്പോൾ അത് സ്പാൻ ചെയ്യണം, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ എസ് സ്പാൻസ് വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? എസ് ഇസ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് കാണിച്ചാൽ മതി. അതല്ല, എസ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എസ് സ്പാൻസ് കാണിച്ചാൽ മതി, നമുക്ക് ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതാ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എസ് ഹാസ് എക്സാക്ട്ലി എൻ വെക്ടേഴ്സ് എന്ന് നമ്മൾക്കറിയാം. നമ്മൾ ആദ്യത്തെ അസംഷൻ എടുക്കുന്നത് അസ്യൂം ദാറ്റ് എസ് സ്പാൻസ് വി, എസ് വി എ സ്പാൻ ചെയ്ത് കാണിക്കണം. സോ വാട്ട് വി ഹാവ് ടു പ്രൂവ് ഈസ് എസ് ഈസ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ്. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എസ് വിയുടെ ഒരു ബേസിസ് ആണ് കിട്ടി. നമ്മൾ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ നോക്കണേ. ഇഫ് എസ് ഈസ് നോട്ട് ലീനിയർ ഇൻഡിപെൻഡൻറ്റ്, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലാന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫോർ സം വി ബിലോങ്സ് ടു എസ് ദാറ്റ് വി വിൽ ബി ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓൾ അതർ റിമൈനിങ് വെക്ടേഴ്സ് ഓഫ് എസ് എന്ന് പറയാം. ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടാവും മറ്റ് എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട്. കാരണം എന്താ? എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്തതുകൊണ്ട്. നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ വെക്ടറിനെ എസ്സിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, അതുകൊണ്ട് ഒരു വെക്ടർ വി എങ്കിലും ഉണ്ടാവും വിച്ച് ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ വെക്ടേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ വിനെ റിമൂവ് ചെയ്യാം. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട പ്ലസ് മൈനസ് തിയറത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ആൾ നമ്മൾ റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എസ് മൈനസ് വി എന്നുള്ളത് എന്ത് ചെയ്യും? വി എ സ്പാൻ ചെയ്യും. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടൊരു കാര്യമുണ്ട്, ഒരു തിയർ ഉണ്ട്. ആ തിയർ എങ്ങനെയായിരുന്നു? ഒരു വെക്ടർ സ്പേസിൽ എൻ ആണ് ഡയമെൻഷൻ എങ്കിൽ ആ എന്നിൽ താഴെ കാർഡിനാലിറ്റിയുള്ള ഒരു സെറ്റും അതിനെ സ്പാൻ ചെയ്യില്ല. വി ഹാവ് എർലിയർ സീൻ ദാറ്റ് നോ സെറ്റ് ഓഫ് n-1 വെക്ടേഴ്സ് കുഡ് സ്പാൻ ആൻഡ് n ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തിയറം കണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് പറയാം?
നമ്മൾ ഈ പറഞ്ഞ എസ് മൈനസ് സെറ്റ് വി സ്പാൻസ് വി എന്നുള്ള എന്താണ് ഒരു കോൺട്രഡിക്ഷനാണ്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം നമുക്ക് പോസിബിൾ അല്ല. സോ അതൊരു കോൺട്രഡിക്ഷൻ. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, എസ് ഈസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നമ്മൾ അസ്യൂം ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് അവസാനം എന്ത് പറയാൻ പറ്റും? എസ് മസ്റ്റ് ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് എസ് സ്പാൻസ് വി എന്ന്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കിട്ടി. അപ്പോൾ എസ് സ്പാൻ ചെയ്യുന്നു, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എസ് ഈസ് എ ബേസിസ് എന്ന് പറയാം. നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യണം. അവർ നെക്സ്റ്റ് തിങ് ഈസ് വി ഹാവ് എസ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എസ് ഒരു ലീനിയർ ഇൻഡിപെൻഡൻസ് സെറ്റ് നമുക്കുണ്ട്. വി ഹാവ് ടു ഷോ ദാറ്റ് എസ് സ്പാൻസ് വി. എസ് വി എ സ്പാൻ ചെയ്യുന്നത് കാണിക്കണം. ഇവിടെ നമ്മൾ തിരിച്ച് ചിന്തിക്കുകയാണ്. എസ് ഡസ് നോട്ട് സ്പാൻ വി. എസ് വി എ സ്പാൻ ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് എന്ത് പറയാം? സെറ്റ് വി വെക്ടർ സ്പേസ് വിക്ക് ഒരു എലമെൻറ്റ് വി ഉണ്ട് ദാറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു സ്പാനസ്. എസ് സ്പാൻസ് വി ആണെങ്കിൽ സ്പാനസ് ഈക്വൽ ടു വി ആവണം. അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ ഒരു എലമെൻറ്റെങ്കിലും സ്പാനസിൽ ഇല്ലാതിരുന്നാൽ മതി. വിയുടെ അകത്തുള്ള ഒരു എലമെൻറ്റ് വി സ്പാനസിനകത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ പർട്ടിക്കുലർ വിനെ നമ്മുടെ എസിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. സോ വി ഗെറ്റ് സെറ്റ് എസ് യൂണിയൻ വി. സോ വി ആഡ് ദിസ് വി ടു എസ്, വി ഗെറ്റ് എസ് യൂണിയൻ സെറ്റ് വി ഓഫ് എൻ പ്ലസ് 1 വെക്ടേഴ്സ്. ആ എസ് യൂണിയൻ സെറ്റ് വിക്കകത്ത് എൻ പ്ലസ് 1 വെക്ടേഴ്സാണ് ഉണ്ടാവുക. സോ നമുക്ക് അഗെയിൻ പ്ലസ് മൈനസ് സ്ഥിരം പറഞ്ഞ് എന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? എസ് എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അതിനകത്തേക്ക് നമ്മൾ വി എന്ന ഒരു സെറ്റ് ഒരു വെക്ടർ ആഡ് ചെയ്ത് വിച്ച് ഇസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വി. അതുകൊണ്ടാണല്ലോ സ്പാനസിൽ ഇല്ലാത്തത്. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലാത്ത ഒരാളെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എസ് യൂണിയൻ സെറ്റ് വി എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ എസ്സിനകത്ത് ഓൾറെഡി എൻ എലമെൻറ്റ്സ് ഉണ്ട്. സോ ഇപ്പോൾ എസ്സിനകത്ത് നിന്ന് അതിലേക്ക് നമ്മൾ ഒരാളുടെ ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് വിയുടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻ പ്ലസ് 1 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണ് കിട്ടുന്നത്. നമുക്ക് നേരത്തെ തിയറം പറഞ്ഞിട്ടുണ്ട് എൻ പ്ലസ് 1 എലമെൻ്റ് ഉള്ള ഒരു സെറ്റിന് ഒരു എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസിനകത്ത് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാൻ കഴിയില്ല. യു ഹാവ് എർലിയർ സീൻ ദാറ്റ് നോ സെറ്റ് വിത്ത് മോർ ദാൻ എൻ എലമെൻറ്റ്സ്, എൻ എലമെൻറ്റ്സിൽ കൂടുതലുള്ള ഒരു സെറ്റിനും ഇൻ എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ്, എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസിനകത്ത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് കിട്ടി? ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. നമ്മൾ എസ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ എന്തെന്ന് ചിന്തിച്ചു തുടങ്ങിയത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എസ് സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ എന്നാണ് ചിന്തിച്ചു തുടങ്ങിയത്. നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. നമുക്ക് എന്ത് പറയാം? അപ്പോൾ എസ് സ്പാൻസ് വി എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഓൾറെഡി അറിയാം എസ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് എസ് സ്പാൻ ചെയ്യുന്ന കിട്ടി. സോ അഗെയിൻ എസ് ഫോംസ് എ ബേസിസ് ഫോർ വി. ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, അത് ട്രിവിയലാണ്, അതുകൊണ്ടാണ് പ്രൂവ് ചെയ്തത്. സോ നെക്സ്റ്റ് തിയറം, ലെറ്റ് എസ് ബി എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി. എസ് എന്നുള്ളതൊരു ഫൈനൈറ്റ് സെറ്റാണ്, വി എന്നുള്ളതൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസും ആണ്. ഇപ്പോൾ രണ്ട് കാര്യം നമുക്ക് രണ്ടും ഉണ്ട്, എസ്സും വിയും ഫൈനൈറ്റ് ആണ് എന്നറിയാം. ഇഫ് എസ് സ്പാൻസ് വി, എസ് വി എ സ്പാൻ ചെയ്യുന്നു ബട്ട് നോട്ട് എ ബേസിസ് ഫോർ വി, then S can be reduced to a basis for V by removing appropriate vectors in S. S V യെ സ്പാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ബേസിസ് അല്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? എസ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് മനസ്സിലാക്കാം. ദെൻ എസ് ക്യാൻ ബി റെഡ്യൂസ് ടു എ ബേസ് ഓഫ് വി, എസ്സിനെ വിയുടെ ഒരു ബേസിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബൈ റിമൂവിങ് അപ്രോപ്രിയേറ്റ് വെക്ടേഴ്സ് ഇൻ എസ്. ആ തിയറിൻ്റെ ബി പാർട്ട് കൂടി കാണാം. ബി പാർട്ട് ഇങ്ങനെയാണ്: ഇഫ് എസ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ദാറ്റ് ഈസ് നോട്ട് എ ബേസ് ഓഫ് വി. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് പക്ഷെ ബേസിസ് അല്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? എസ് വി എ സ്പാൻ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. ദെൻ എസ് ക്യാൻ ബി എൻലാർജ് ടു എ ബേസിസ് ഓഫ് വി ബൈ ഇൻസേർട്ടിങ് അപ്രോപ്രിയേറ്റ് വെക്ടേഴ്സ് ഇൻ ടു എസ്. ഇത് ശരിക്കും നമ്മുടെ പ്ലസ് മൈനസ് തിയറത്തിനെ ഒന്ന് എൻലാർജ് ചെയ്ത് പറയുന്നതാണ്. പ്ലസ് മൈനസ് തിയറത്തിൽ നമ്മൾ ഒരു വെക്ടറിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ കുറച്ച് അപ്രോപ്രിയേറ്റ് വെക്ടേഴ്സ് എന്ന ടേംസ് ഉപയോഗിച്ച് അതൊന്ന് ജനറലൈസ് ചെയ്തേക്കാണ്. നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം എങ്ങനെയാണ്. ആദ്യത്തെ കേസിൽ എസ് സ്പാൻസ് വി എന്നാണ്. സോ ഇഫ് എസ് സ്പാൻസ് വി ആൻഡ് നോട്ട് എ ബേസിസ്, നമുക്ക് എന്ത് പറയാം? എസ് ഈസ് നോട്ട് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് ഓർ എസ് ഈസ് ലീനിയർ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയാം. സോ സം V1 ബിലോങ്സ് ടു എസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതേഴ്സ്. അപ്പോൾ എസിനകത്തുള്ള ഏതെങ്കിലും ഒരു വെക്ടറിനെങ്കിലും മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. സോ ബൈ പ്ലസ് മൈനസ് തിയറം വി ക്യാൻ റിമൂവ് ദിസ് വി ഫ്രം എസ്. നമുക്ക് ഈ ഒരു വി അല്ല V1 എന്ന് നമ്മൾ ഡിനോട്ട് തന്നെ, ഈ ഒരു V1 നമുക്ക് എസ്സിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് പുതിയൊരു സെറ്റ് കിട്ടും, എസ് ഡാഷ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നതിനെ എസ് ഡാഷ് ഈക്വൽ ടു എസ് മൈനസ് സെറ്റ് V1. ഈ പുതിയ സെറ്റ് എന്തായിരിക്കും? ദാറ്റ് ഓൾസോ സ്പാൻ വി. അത് നമ്മൾ പ്ലസ് മൈനസ് തിയറത്തിൽ പറയുന്നുണ്ട്. എസ്സിലെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ കഴിയുന്ന ഒരാളെ റിമൂവ് ചെയ്താലും കിട്ടുന്ന സെറ്റ് വി എ സ്പാൻ ചെയ്യും. വിൽ സ്പാൻ ദ സെയിം സെറ്റ് എന്നാണ്. എസ് സ്പാൻസ് വി ആയതുകൊണ്ട് ഈ സെറ്റും സ്പാൻസ് വി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ എസ് മൈനസ് സെറ്റ് V1 അത് വി എ സ്പാൻ ചെയ്യുന്നു. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഇഫ് എസ് മൈനസ് സെറ്റ് V1 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, നമുക്ക് എന്ത് പറയാൻ പറ്റും?
ദാറ്റ് ഈസ് എ ബേസിസ് ഫോർ വി എന്ന് പറയാം. നമുക്ക് പ്രൂഫായി കഴിഞ്ഞു. കാരണം അപ്രോപ്രിയേറ്റ് വെക്ടേഴ്സ് റിമൂവ് ചെയ്താൽ ഒരു ബേസിസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ വി ആർ ഡൺ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ലീനിയർ ഇൻഡിപെൻഡൻറ്റ്, നമുക്ക് ആ പോസിബിലിറ്റി ചിന്തിക്കണം. എസ് മൈനസ് സെറ്റ് വി വൺ ഇസ് നോട്ട് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഗെയിൻ പ്ലസ് മൈനസ് സീറോ ഉപയോഗിക്കാം. ഈ എസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയി വരുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അയാളെ റിമൂവ് ചെയ്യാം. ആൻഡ് വി ക്യാൻ കണ്ടിന്യൂ ദിസ് പ്രോസസ്. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ ഓരോ കേസിലും നമുക്ക് കിട്ടുന്ന എസ് മൈനസ് ആ പർട്ടിക്കുലർ സെറ്റ് എന്നുള്ളത് എന്തായിരിക്കും? സ്പാൻസ് വി ആയിരിക്കും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് സെറ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് വെക്ടേഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അവസാനം കിട്ടും. ആ സബ്സെറ്റ് എന്തായിരിക്കും? വി എ സ്പാൻ ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ഫോം എ ബേസിസ് ഫോർ വി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പറഞ്ഞ പ്രൂഫായില്ലേ? അതായത് എസ് സ്പാൻസ് വി ആണ്, പക്ഷേ ലീനിയർ ഇൻഡിപെൻഡൻ്റ് അല്ല, അത് ബേസിസ് ആവുന്നില്ല. അങ്ങനെയെങ്കിൽ കുറച്ച് അപ്രോപ്രിയേറ്റ് ഒരു ഫൈനറ്റ് ആളുകളെ റിമൂവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ബേസിസ് ഫോർ വി കിട്ടും. ഇനി സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വി ഡയമെൻഷൻ ഫൈനറ്റ് ഡയമെൻഷൻ എന്നറിയാം. സോ വി ആർ സപ്പോസ് ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു എൻ എന്നെടുത്തു. നമുക്കറിയാം എസ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ ബേസിസ് അല്ല. അപ്പോൾ അതിന് എന്ത് മനസ്സിലാക്കാം? എസ് ഡസ് നോട്ട് സ്പാൻ വി എന്ന് മനസ്സിലാക്കാം. ഓക്കെ, എസ് ഡസ് നോട്ട് സ്പാൻ വി എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് വി വൺ ഇൻ വി ഉണ്ടാവും വിച്ച് ഇസ് നോട്ട് ഇൻ സ്പാനസ്. ഒരു എലമെൻ്റ് എങ്കിലും എന്നാണ് പറഞ്ഞോ, മോർ ദാൻ ആവാം. നമുക്ക് തൽക്കാലം ഒരെണ്ണം ചിന്തിക്കാം. അഗെയിൻ ബൈ പ്ലസ് മൈനസ് തീറം നമ്മൾ അപ്ലൈ ആണ്. നമുക്ക് എന്ത് പറയാം? ഈ വി വണ്ണിനെ എസിനോട് ജോയിൻ ചെയ്താൽ വി ഗെറ്റ് എസ് ഡാഷ് ഈക്വൽ ടു എസ് യൂണിയൻ സെറ്റ് വി വൺ. ആ സെറ്റും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ബൈ അവർ പ്ലസ് മൈനസ് തീറം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ എസ് ഡാഷ് എന്ന സെറ്റ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇത് വി എ സ്പാൻ ചെയ്യുന്നുവെങ്കിൽ, ഇഫ് എസ് ഡാഷ് സ്പാൻസ് വി ആർ ഡൺ. നമുക്കൊരു ബേസിസ് കിട്ടി, എസ് ഡാഷ് ആണ്. ഇഫ് എസ് ഡാഷ് ഡസ് നോട്ട് സ്പാൻ വി, എസ് ഡാഷ് സ്പാൻ ചെയ്യുന്നില്ല എങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ദിസ് പ്രോസസ് അൺടിൽ വി ഹാവ് എൻ വെക്ടേഴ്സ് ഇൻ ദിസ് സബ്സെറ്റ് ഓഫ് എസ്. നമുക്ക് ഇതിനോട് ഇപ്പോൾ വി വൺ ആഡ് ചെയ്ത പോലെ ഒരു വി ടു ആഡ് ചെയ്യാം, വി ത്രീ വി ഫോർ അങ്ങനെ ആഡ് ചെയ്ത് നമ്മുടെ എസ് ഡാഷ് അങ്ങനെ എൻലാർജ് ചെയ്ത് ഒരു എൻ എലമെൻസുള്ള സെറ്റ് എത്തിക്കാം. അറ്റ് ദാറ്റ് പോയിന്റ് വി ഹാവ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി വിത്ത് എൻ വെക്ടേഴ്സ്. നമുക്കൊരു എൻ വെക്ടേഴ്സ് ഉള്ള ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടും. ദാറ്റ് വിൽ ക്ലിയർലി സ്പാൻ അവർ വി. അത് നമ്മുടെ വി എ സ്പാൻ ചെയ്തോളൂ. അത് മാക്സിമം എൻ വരെ പോവുള്ളൂ, എൻ പ്ലസ് വൺ ആയാൽ സ്പാൻ ചെയ്യില്ല. അപ്പോൾ മാക്സിമം എൻ വരെ പോവാം. ചിലപ്പോൾ എൻ വരെ പോകണമെന്നില്ല, അതിന് മുമ്പ് സ്പാൻ ചെയ്തേക്കാം. ബട്ട് എന്നില്ല കിട്ടാം നമുക്ക് എപ്പോഴും. ദസ് ബൈ അബൌവ് തിയറം നമ്മൾ തൊട്ട് മുമ്പ് തിയറം കാണേണ്ടി ചെയ്തു അല്ലേ? എൻ വെക്ടേഴ്സ് ഉള്ള ഒരാൾ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് സ്പാൻ ചെയ്യും. സോ ഇറ്റ്സ് എ ബേസിസ് ഫോർ വി. എൻ വെക്ടേഴ്സ് സബ്സെറ്റ് ആണെങ്കിൽ അത് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി. ബേസ് എന്താ പറയുക, സ്പാൻ ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് തിയറി കണ്ടു കഴിഞ്ഞു. സോ ദസ് ബൈ അബൌവ് തിയറം ദാറ്റ് ഇസ് എ ബേസിസ് ഫോർ വി എന്ന് കിട്ടും. അവർ നെക്സ്റ്റ് തിയറം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ തിയറാണ്, പക്ഷേ സിമ്പിൾ പ്രൂഫാണ് തിയറത്തിൻ്റെ. ഇഫ് ഡബ്ല്യു ഈസ് എ സബ് സ്പേസ് ഓഫ് എ ഫൈനറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി, ഡബ്ല്യു എന്നുള്ളത് ഒരു ഫൈനറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ സബ് സ്പേസ് ആണ്. ദെൻ ഡബ്ല്യു ഈസ് ഫൈനറ്റ് ഡയമെൻഷണൽ, dimension of w is less than dimension of v, and w equal to v if and only if dimension of v less equal to dimension of v. dimension of w equal to dimension of v. മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. w എന്നുള്ളത് ഒരു ഫൈനറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ സബ് സ്പേസ് ആണെങ്കിൽ w ഫൈനറ്റ് ഡയമെൻഷൻ ആയിരിക്കും. മാത്രമല്ല ഡയമെൻഷൻ ഓഫ് w ലെസ് ദാൻ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് v ആയിരിക്കും. w ഈക്വൽ ടു v ആകണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് w ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് v ആവണം. നമുക്ക് മൂന്നിൻ്റെ പ്രൂഫ് കാണാം, ഈസി പ്രൂഫാണ്. ഫസ്റ്റ് നമ്മൾ ഡയമെൻഷൻ ഓഫ് വിനെ എൻ എന്ന് വിളിക്കുകയാണ്. ഫൈനറ്റ് ഡയമെൻഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ തൽക്കാലം അതിനെ എൻ എന്ന് വിളിക്കുകയാണ്. സിൻസ് ഡബ്ല്യു ഈസ് സബ് സ്പേസ് ഓഫ് വി, ഡബ്ല്യു വിയുടെ സബ് സ്പേസ് ആണ്. നമുക്കപ്പോൾ അതിനെന്തായാലും ഒരു ബേസിസ് ഉണ്ടാവും. ലെറ്റ് എസ് ബി എ ബേസിസ് ഫോർ ഡബ്ല്യു. എസ് ആണ് ഞാൻ ഡബ്ല്യുവിൻ്റെ ബേസ് എടുക്കുന്നത്. അപ്പോൾ എസ് ബേസിസ് ആണെങ്കിൽ എന്തായിരിക്കും? എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, സ്പാൻസ് ഡബ്ല്യു ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് എസ് ഇസ് എ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ വി. അപ്പോൾ എസ് ഡബ്ല്യു ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെങ്കിൽ ക്ലിയർലി വിയുടെ അകത്ത് ഒരു ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണ് എസ് നമുക്ക് പറയാൻ പറ്റും. നമുക്കൊന്ന് പറയാം, വി നോ ദാറ്റ് നോ സെറ്റ് വിത്ത് മോർ ദാൻ എൻ എലമെൻറ്റ്സ് വിൽ ബി എ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് ഇൻ എൻ ഡയമെൻഷൻ വെക്ടർ സ്പേസ്. അതായത് വിയുടെ ഡയമെൻഷൻ എൻ ആയതുകൊണ്ട് തന്നെ ആ വിക്ക് അകത്തുള്ള ഏതൊരു ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റിലും മോർ ദാൻ എൻ എലമെൻറ്റ്സ് ഉണ്ടാവില്ല. സോ നമുക്ക് എന്ത് പറയാം? കാർഡിനാലിറ്റി ഓഫ് എസ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറയാം. എസ്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒന്നുകിൽ മാക്സിമം എൻ ആയിരിക്കും, അതിന് തന്നെ എന്നിന് താഴെയായിരിക്കും. ഈ കാർഡിനാലിറ്റി ഓഫ് എസ്, വേറെ എസ് ഇസ് എ ബേസിസ് ഓഫ് ഡബ്ല്യു ആണല്ലോ, ബേസിസിൻ്റെ കാർഡിനാലിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബേസിസ് അല്ല ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറയാം. അതായത് എൻ എന്നൊരു ഫൈനറ്റ് നമ്പറാണ്, അതിൽ താഴെ ആയിരിക്കും എപ്പോഴും ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ. നമുക്ക് എന്ത് പറയാം? ഡബ്ല്യു ഈസ് ഫൈനറ്റ് ഡയമെൻഷൻ എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിച്ച് ബി പാർട്ട് പ്രൂവ് ചെയ്യാം. ഞാൻ ബി പാർട്ടിൻ്റെ പ്രൂഫ് പക്ഷേ വേറൊരു രീതിയിലാണ് പറയുന്നത്. അതെങ്ങനെയാണ്? വി നോ ദാറ്റ് നമുക്ക് തൊട്ട് മുമ്പത്തെ തിയറത്തിന് മനസ്സിലായി
തൊട്ട് മുമ്പത്തെ പാർട്ടിൽ നിന്ന് മനസ്സിലായി ഡബ്ല്യു ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡബ്ല്യു ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ അതിൻ്റെ ബേസിസ് എസ്സിന് എനിക്ക് W1 W2 എക്സെട്ര WM എന്ന് എഴുതാം, വേർ M ഈസ് ദ ഡയമെൻഷൻ ഓഫ് W. ഇനി ഈ എസ് വിക്ക് ഒരു ബേസിസ് ആണെങ്കിൽ, ഇഫ് എസ് ഈസ് ഓൾസോ എ ബേസിസ് ഫോർ വി, ദെൻ വി ഹാവ് ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ഡയമെൻഷൻ ഓഫ് W. ഇതേ എസ് വിയുടെയും ബേസിസ് ആയി വരാണെങ്കിൽ രണ്ടിനും ഡയമെൻഷൻ ഈക്വൽ ആണെന്ന് പറയാം. അങ്ങനെ അല്ലെങ്കിലോ, ഇഫ് എസ് ഇസ് നോട്ട് എ ബേസിസ് ഫോർ വി, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്കറിയാം, ബേസിസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വി ക്യാൻ എൻലാർജ് ദിസ് എസ് ഇൻ ടു എ ബേസ് ഓഫ് വി. തൊട്ട് മുമ്പ് തീർത്ത് നമ്മൾ കണ്ടു അത്. അതായത് വിയുടെ അകത്ത് ഒരു ലീനിയർ ഇൻഡിപെൻഡൻസ് സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അപ്രോപ്രിയേറ്റ് വെക്ടേഴ്സ് ആഡ് ചെയ്ത് വിയുടെ ഒരു ബേസിലേക്ക് എൻലാർജ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് വി ക്യാൻ എൻലാർജ് എസ് ഇൻ ടു എ ബേസിസ് ഓഫ് വി എന്ന് പറയാം. വി ക്യാൻ എൻലാർജ് എസ് ടു എ ബേസിസ് ഓഫ് വി. സോ അങ്ങനെ എന്താ പറയാം, വിയുടെ ബേസിനകത്ത് എപ്പോഴും എസിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടാവും. സോ ആ കേസിൽ ഡയമെൻഷൻ ഓഫ് W, വിച്ച് ഇസ് അവർ കാർഡിനാലിറ്റി ഓഫ് എസ് ആണല്ലോ, വിൽ ബി ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് വി. ഇത് രണ്ടും ഒരുമിച്ച് വെച്ച് നമുക്ക് എന്താ പറയാൻ പറ്റും, ഡയമെൻഷൻ ഓഫ് W വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയാം. സി പാർട്ടിൻ്റെ പ്രൂഫിൽ നമുക്ക് പറയുന്നത് W ഈക്വൽ ടു വി ആണെങ്കിൽ ഡയമെൻഷൻ ഈക്വൽ ആവുന്നതാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അതിൽ ആദ്യത്തെ പാർട്ട് ഈസിയാണ്, വി ഈക്വൽ ടു W ആണ്. അതായത് വിയും ഡബ്ല്യൂയും സെയിം ആണെങ്കിൽ രണ്ടിനും ഡയമെൻഷൻ സെയിം ആയേ പറ്റുള്ളൂ. അത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കോൺവേഴ്സ് പാർട്ട് നോക്കണ്ടേ, അതായത് ഒരു വെക്ടർ സ്പേസിനും അതിൻ്റെ സബ് സ്പേസിനും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ അത് സെയിം വെക്ടർ സ്പേസ് ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം W വിയുടെ സബ് സ്പേസ് ആണ്, രണ്ട് ഡിഫറൻറ്റ് സ്പേസുകളല്ല, സബ് സ്പേസ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഈ തിയറം ഹോൾഡ് ചെയ്യണേ. സോ ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W ആണെങ്കിൽ we take S equal to W1, W2, etc. Wm as a basis of V. A basis of W. Wൻ്റെ ഒരു ബേസ് ആയിട്ട് ഞാൻ S1, W1, W2, etc. Wm എടുത്തു. If S is not a basis of V, S വിയുടെ ബേസ് അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്ത് പറയാം, ബീയിങ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, S ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ വി ക്യാൻ എൻലാർജ് S ഇൻ ടു എ ബേസ് ഓഫ് വി. എസിനകത്തേക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് എസിനെ വിയുടെ ഒരു ബേസിലേക്ക് എൻലാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ കേസിൽ അപ്പോൾ എന്ത് സംഭവിക്കും, വിയുടെ ഡയമെൻഷൻ, അതായത് എസ്സിനെ എൻലാർജ് ചെയ്താൽ നമുക്ക് വി കിട്ടുന്നത്, വിയുടെ ബേസ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബേസിൽ എസ്സിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് W ആയിരിക്കും. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എന്താ, ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W എന്നാണ്. നമുക്ക് ഇപ്പോൾ കിട്ടിയത് എന്താ, ഡയമെൻഷൻ ഓഫ് വി ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് W ആണ്. സോ ദിസ് ഇസ് നോട്ട് പോസിബിൾ. സോ ദിസ് കോൺട്രഡിക്ട്സ് ദാറ്റ് എസ് ഇസ് നോട്ട് എ ബേസിസ് ഓഫ് വി. വിയുടെ ബേസിസ് അല്ല എന്നുള്ളതിനെ കോൺട്രഡിക്റ്റ് ചെയ്യും. സോ എസ് മസ്റ്റ് ബി എ ബേസിസ് ഓഫ് V2. എസ് മസ്റ്റ് ബി എ ബേസിസ് ഓഫ് വി എന്ന് പറഞ്ഞാൽ എസ് വിയെയും ഡബ്ല്യുയും ഒരുപോലെ സ്പാൻ ചെയ്യും, വിച്ച് മീൻസ് W ഈക്വൽ ടു എസ് വി ആയിരിക്കും. സോ ദാറ്റ്സ് എ പ്രൂഫ് ഓഫ് അവർ തിയറം. സോ 3 പാർട്ടിൻ്റെയും പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈസി പ്രൂഫുള്ളതാണ്. സോ താങ്ക് യു.